താരസംഘടന അമ്മയുടെ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഈ അമ്മ ആസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കുറേ ദിവസങ്ങളായി വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം തോറും ഓരോ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ യോഗത്തിലെ വിഷയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസം കുക്കു പരമേശ്വരൻ ആണ് ഇവിടുത്തെ ആൻഡിസ്കോ ഉൾപ്പെടെ കൈവശം വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CCTVയുടെ ആൻഡിസ്കോ ഉൾപ്പെടെ കൈവശം വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് ഈ അമ്മയുടെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതായത് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ 1.5 മണിക്കൂറോളം ചോർത്തി നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്നും ഓഡിയോ എടുത്താണ് ചാനൽ സംപ്രേഷണം. അതിൽ പറയുന്നത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പ് ഇവരുടെ ഗ്രൂപ്പിൽ വലിയ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി മറുപടി നൽകിയത് കുക്കു പരമേശ്വരൻ നൽകിയത് മാലാ പാർവതി ചോദിച്ചു, അപ്പോൾ ഞാൻ കൊടുത്തു എന്നാണ്. അത് എങ്ങനെയാണ് അത് കൊടുക്കാൻ കഴിയുന്നത് എന്നൊരു സംശയം ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ വാർത്തകൾ ചോരുന്നതിനും അപ്പുറമാണ് ഇത്തരം ഒരു സ്വന്തം സ്ഥാപനത്തിലിരിക്കുന്ന, എന്ന് വെച്ചാൽ അമ്മയുടെ ഓഫീസിലിരിക്കുന്ന CCTVയുടെ ദൃശ്യങ്ങൾ ചോർന്നുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരിക്കുന്നു. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഇതിനെതിരെ നടപടി വേണമെന്ന് കൃത്യമായി മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ന് ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ്റെ കാര്യങ്ങളിലൂടെ അഭിഭാഷകൻ ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷം എന്താണ് ഇന്ന് നടപടി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ ഉണ്ടായിരുന്നു. അമ്പലം ഇതിന് നൽകിയ കൊട്ടേഷൻ ഇതും ചോർത്ത് നൽകിയിരുന്നു. അതും സെക്രട്ടറിക്ക് മെയിലിൽ കിട്ടുന്ന ഇതായിരുന്നു. അതും ചോർത്തി നൽകി. ഇത് രണ്ടും വലിയ ഗുരുതരമായി കാണുന്നു. വാർത്തകൾ ചോരുന്നതിനപ്പുറത്തേക്ക് അവിടെ ഉള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ, അമ്മയുടെ ഉള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ ചോർന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെതിരെ ഇന്ന് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഉണ്ണി ശിവകുമാറിനെ പുറത്താക്കിയ സമയത്ത് തന്നെ അതുല്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി ശിവകുമാറിനെ പുറത്താക്കിയത്, മാറ്റി നിർത്തിയത്. അന്ന് തന്നെ അതുല്യ കുക്കുവാണ് ഇതിനെല്ലാം കൂട്ടിയിരിക്കുന്നത്, നീനാക്കുറുപ്പാണ് ഇതിനെല്ലാം കൂട്ടിയിരിക്കുന്നത് പറഞ്ഞു. ഇവർക്കെതിരെ നടപടിയെടുക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ടിനിറ്റോവും അൻസിബയുമായിട്ടുള്ള വിഷയമുണ്ട്. അതും അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അത് പോലീസ് കേസിലേക്കൊക്കെ പോയ സാഹചര്യമാണുള്ളത്. എന്തായാലും ഇന്നത്തെ യോഗം വലിയ നിർണായകമാണ്. ഇനി ജനറൽ ബോഡിക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ജനറൽ ബോഡിക്ക് ഈ കാര്യങ്ങളിലെല്ലാം വലിയ കൃത്യത നൽകേണ്ടതുണ്ട്. ഈ ജനറൽ ബോഡി വിളിക്കുന്നതിന് മുമ്പ് 21 ദിവസം മുമ്പ് അങ്ങക്ക് നോട്ടീസ് നൽകണമെന്നുണ്ട്. പക്ഷേ അതും ഇതുവരെ പാലിച്ചിട്ടില്ല. അങ്ങനെയാണ് ജനറൽ ബോഡിയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അടിയന്തര ജനറൽ ബോഡിയായിട്ട് അംഗീകരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ മുതിർന്ന അംഗങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ മുതിർന്ന അംഗങ്ങളെല്ലാം ഉൾപ്പെടെ അടുത്ത ദിവസം കൂടാൻ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്ന അവർ കൂടി കുറേ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എന്തായാലും വലിയ കാര്യങ്ങൾ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയ്ക്കുണ്ടാകും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇന്ന് എല്ലാ കാര്യങ്ങളും ഒരു കാര്യങ്ങളോടുകൂടി വ്യക്തത കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പ്രസിഡന്റ് തയ്യാറാകേണ്ടതാണ്. പ്രസിഡന്റ് ആയിരിക്കും ഈ കാര്യങ്ങൾ പറയാൻ. അതുല്യയും മുഹമ്മദുമായുള്ള വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് അതുല്യ പറയുന്നു. എന്നാൽ ആ അതുല്യ പറയുന്ന കത്തിനുണ്ട് മുഹമ്മദ് പറയുന്ന കാര്യങ്ങളിലും മുഹമ്മദ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വന്ന് പറഞ്ഞു ഇതിനെല്ലാം അതുല്യമായിട്ടുള്ള വിഷയത്തിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം, കൂടെ നിൽക്കണം എന്നും പറഞ്ഞു. കുക്കു പരമേശ്വരൻ മുഹമ്മദിനെ സ്വാധീനിക്കുന്ന നിലയിലുള്ള ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് തന്നെ പറഞ്ഞു. ഇതെല്ലാം എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുഹമ്മദ് കൃത്യമായി വന്ന് കഴിഞ്ഞ 12-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്തു. പക്ഷേ ഇതിനൊന്നും നടപടിയെടുക്കാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നടപടിയെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എതിരെ നടപടി വേണമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം വലിയ നിർണായകമാണ്. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.